ഇന്ന് ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയിൽ 60% ഇൻഷുറൻസ് ഏജന്റും ട്രഡീഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മാറി. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ നിന്നാൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് എല്ലാ ഒട്ടുമിക്ക കസ്റ്റമേഴ്സും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ആ സമയത്ത് നമ്മൾ പഴയ ഓൾഡ് മെത്തേഡായ ബ്രൗഷറും കൊണ്ട് നടന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 35-നും 55-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള ഇൻഷുറൻസ് ഏജന്റുമാർക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലയന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ ആകാനുള്ള അവരുടെ ഭയം, നമ്മൾ ഡിജിറ്റൽ ആയാൽ പിന്നിലാകി ആയിപ്പോകുമോ എന്നുള്ള ഭയം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാകാതെ ഗ്രോത്ത് ഉണ്ടാകില്ല. നമ്മളിപ്പോഴും പല ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജൻസും വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ബ്രൗഷേഴ്സ് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഫോർവേഡിംഗ് ഇവയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതുകൊണ്ട് കാര്യമായ ഗ്രോത്ത് ഉണ്ടാകുകയില്ല. മാർക്കറ്റ് മാറുകയാണ്, സ്ലോലി മാറുകയാണ്. അവിടെ ഇന്ന് ക്ലയന്റ് ട്രസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രസൻസ് ഉള്ള ഇൻഷുറൻസ് ഏജൻസിനെയാണ്. ഹായ്, എൻ്റെ പേര് അനീഷ് കുമാർ. ഐ എം നോട്ട് എ ഇൻഷുറൻസ് ഏജന്റ് ബട്ട് ഡിജിറ്റൽ കോച്ച് ഫോർ ഇൻഷുറൻസ് ഏജന്റ്സ്. കേരളത്തിലെ ട്രഡീഷണൽ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റായി വർക്ക് ചെയ്യുന്നവരെ ഡിജിറ്റലി എംപവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഓൺലൈൻ ഡിജിറ്റൽ കോച്ചിങ് പ്ലാറ്റ്ഫോംസ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ട്രഡീഷണൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റ്സിനെ ഡിജിറ്റലി എങ്ങനെ സ്കിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിജിറ്റലി എങ്ങനെ എംപവർ ചെയ്ത് അവർക്ക് സർവൈവ് ചെയ്യാം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള 7 സിമ്പിൾ സ്റ്റെപ്പുകളെ കുറിച്ചാണ്. സോ ഈ വീഡിയോ ആദ്യം മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ബി റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക. സ്റ്റെപ്പ് 1, അവയർനെസ്. പലപ്പോഴും ട്രഡീഷണൽ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റ്സ് ചിന്തിക്കുന്നത് ഡിജിറ്റൽ ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലെ, എനിക്കറിയാം നിങ്ങളെല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇവർ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നവരാണ്. അത് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചെടുത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉപയോഗിച്ച്, ചെറിയ സഹായം ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചെടുത്തവരായിരിക്കും. ഇനി നിങ്ങൾക്ക് ആകെ വേണ്ടത് ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ടൂളുകൾ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇവ പ്രൊഫഷണലി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കുക മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 1, അവയർനെസ്. ഹൗ ടു യൂസ് ദം പ്രൊഫഷണലി. സ്റ്റെപ്പ് നമ്പർ 2, മൈൻഡ് സെറ്റ്. പലപ്പോഴും ട്രഡീഷണൽ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റ്സ് ഡിജിറ്റലിനെ കാണുന്നത് ഡിജിറ്റൽ ഈസ് അവർ എനിമി. ഈ ഡിജിറ്റൽ കാലഘട്ടം നമ്മുടെ അവസരങ്ങൾ കളയാനുള്ള ഒരു എനിമി ആയിട്ടാണ് പലപ്പോഴും ഇതിനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിമി ആയിട്ടല്ല കണ്ട്, ഡിജിറ്റൽ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് ഇത് ഓപ്പർച്യൂണിറ്റി ആകുന്നത്? നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള, റീച്ച് കൂട്ടാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റുമായിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഡിജിറ്റൽ കാര്യങ്ങളെ നിങ്ങൾ കാണുക. ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ വളർത്തുക. സ്റ്റെപ്പ് നമ്പർ 3, ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടാവും. ആ ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം, നമ്മൾ ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജൻസ് ആയി വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ബ്രൗഷേഴ്സ് എന്നിവ നൽകിക്കൊണ്ട് ആണ് ക്ലയൻസ് നൽകുന്നത്. ഇതുകൊണ്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും? ഇല്ല. ഇപ്പൊ അത് സാധാരണ കേസിലായാലും ഹ്യൂമൻ ടു ഹ്യൂമൻ ആയാലും പലപ്പോഴും നമ്മൾ നേരിട്ട് ഡെയിലി കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്യുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഈ കാര്യങ്ങൾ കണ്ടിട്ടാണ് അല്ലെങ്കിൽ കേട്ടിട്ടാണ് പലപ്പോഴും ഹ്യൂമൻ ടു ഹ്യൂമൻ ആയാലും കണക്ട് ആവും. അപ്പോൾ വല്ലപ്പോഴും നിങ്ങളൊരു വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ ഒരു ബ്രൗഷറോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലയന്റ് നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നില്ലെങ്കിൽ അവിടെ ട്രസ്റ്റ് പോലും ബിൽഡ് ആവുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഡെയിലി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ലോകത്ത് ഇന്ന് നമ്മുടെ ക്ലയൻസുമായിട്ട് ഡെയിലി ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ നടത്താൻ പറ്റും? എങ്ങനെ? അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഈ അവയർനെസ് വീഡിയോസ്? ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള 5 ഗുണങ്ങൾ ഒരു അവയർനെസ് വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടിപ്സ് വീഡിയോസ്. എന്താണ് ടിപ്സ്? മെഡിക്കൽ ഇൻഷുറൻസിന്റെ എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 3 ടിപ്സുകൾ, 3 കാര്യങ്ങൾ, ഒരു ടിപ്സ് വീഡിയോ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സക്സസ് സ്റ്റോറി. LICയുടെ ജീവൻ സുരക്ഷാ പദ്ധതി എടുത്തപ്പോൾ നമ്മുടെ ക്ലയന്റിനുണ്ടായ നേട്ടങ്ങൾ, അതിനെക്കുറിച്ചുള്ള സക്സസ് സ്റ്റോറീസ് നമുക്ക് ഇടാം. ഞാൻ LICയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും. ഈ വീഡിയോ കാണുന്നതിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്കിടയിൽ നമുക്കിടയിൽ ഒരു
ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, അവിടെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഒരു ബ്രാൻഡും ബിൽഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ എങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്ത് കണ്ടന്റ് പറയും? നിങ്ങൾ പേടിക്കണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റിന്, ട്രഡീഷണൽ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജൻസിന് എങ്ങനെ സിമ്പിളായി, കോസ്റ്റ് എഫക്റ്റീവായി, അല്ലെങ്കിൽ വലിയ മുതൽ മുടക്കില്ലാതെ എങ്ങനെ സിമ്പിളായിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ള അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ഈ ചാനലൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ബ്രാൻഡിങ്. സ്റ്റെപ്പ് നമ്പർ 4 കൺസിസ്റ്റൻസി. എന്താ കൺസിസ്റ്റൻസി? സ്ഥിരമായി. എന്ത് സ്ഥിരമായി? ഞാൻ സ്റ്റെപ്പ് നമ്പർ 3യിൽ പറഞ്ഞു, ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ്, അതായത് ടിപ്സ് വീഡിയോസ്, അല്ലെങ്കിൽ അവയർനെസ് വീഡിയോസ്, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസ് വീഡിയോസ്, ഇതുപോലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ അത് സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നത്, ഒന്നുകിൽ ഇന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ബ്രേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളാണെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം പോസ്റ്റ് വരും, പിന്നെ പോസ്റ്റ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കോ, ഇയാൾ ഈ പരിപാടിയൊക്കെ നിർത്തി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രസൻസ്, ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജന്റായ നിങ്ങൾ ഒരു ഡിജിറ്റൽ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മാസത്തേക്കെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ട്, 6 മാസത്തേക്ക് ഞാൻ എന്ത് കണ്ടന്റ് ഇടും, എന്ത് വീഡിയോ ചെയ്യും, അതിന് എത്ര കോസ്റ്റ് ആവും, ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമോ, ഇതിനൊക്കെ എത്ര പൈസ വരും, ഭാരിച്ചൊരു ചെലവ് വരില്ലേ, ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇതിനൊക്കെ സിമ്പിളായിട്ട് സൊല്യൂഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് അടുത്ത 6 മാസത്തേക്ക് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 5 കസ്റ്റമർ എഡ്യൂക്കേഷൻ. നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ വീഡിയോസ്, അതായത് അവയർനെസ് വീഡിയോസോ ടിപ്സോ അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇത് ഇവിടെ പറയുന്നത് പർട്ടിക്കുലർലി നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റോ, ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യുക. അപ്പൊ ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കടികട്ടി, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ച് ഭയങ്കര നോളജ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഭയങ്കരമായ കടുകട്ടി വേർഡുകൾ അല്ലെങ്കിൽ ടെർമിനോളജികൾ നമ്മൾ അതേപോലെ എടുത്ത് വീഡിയോയിൽ പറയാതിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കുക, ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പൊ അങ്ങനെയുള്ള, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അറിയില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പറയാതെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് അല്ലെങ്കിൽ വേർഡുകളിലൂടെ യൂസ് ചെയ്ത് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു കസ്റ്റമർ ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 6 ലേൺ ബേസിക് ടെക്നോളജീസ്. ഇന്ന് ഈ ഡിജിറ്റൽ കാലത്ത് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെക്നോളജീസ് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആണ്. ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമുക്ക് മീറ്റിംഗ് നടത്താൻ സൂം അറിയണം, പിന്നെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിമോ അല്ലെങ്കിൽ അതുപോലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം നിങ്ങൾ ഇതിന്റെ പേരെങ്കിലും പഠിച്ചു വെക്കുക, ഇത് എങ്ങനെ ഇത് യൂസ് ചെയ്യാം. സൂമിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ക്യാൻവ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാം. അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്ന് പല വീഡിയോ എഡിറ്റേഴ്സും ഉണ്ട്, വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ ഇതിന്റെ പേര് പഠിക്കാം. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും ഈ സോഫ്റ്റ്വെയർസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം,
എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. വരുന്ന വീഡിയോകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 7, കമ്മ്യൂണിറ്റി. എന്താ കമ്മ്യൂണിറ്റി? ഒരേ ലക്ഷ്യമുള്ള ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെ? മറ്റു പല മീനിങ്ങളുണ്ട്, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ഇൻഷുറൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജൻസിനെ ഡിജിറ്റലി ഗ്രോ ചെയ്യാനുള്ള, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനൊരു കമ്മ്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾ സർവൈവ് ചെയ്യുന്നത് ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാർ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലേൺ ടുഗദർ, ഗ്രോ ടുഗദർ. ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജന്റ് ആയ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ, ഡിജിറ്റൽ ആകാനുള്ള സിമ്പിൾ 7 സ്റ്റെപ്സിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അവസാനമായി ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, പലപ്പോഴും ആ കസ്റ്റമർ, ഒരാൾ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പോളിസി ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് പോളിസി ആയതുകൊണ്ടാവണമെന്നില്ല. പലപ്പോഴും അയാൾ അത് പർച്ചേസ് ചെയ്യുന്നത് അത് സെയിൽ ചെയ്യുന്ന ഇൻഷുറൻസ് ഏജന്റിനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് കൊണ്ടായിരിക്കും. ആസ് എ ട്രഡീഷണൽ ഇൻഷുറൻസ് ഏജന്റ് ഞാൻ നിങ്ങളുടെ ഡിജിറ്റൽ ബൈ മനസ്സിലാക്കുന്നു, അതുള്ളതാണ്, ഞാനത് അംഗീകരിക്കുന്നു. ഡിജിറ്റൽ വേൾഡ് ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തുന്നില്ല. അവർ നിങ്ങളുടെ എക്സ്പീരിയൻസും കഴിവും വെച്ച് ലീഡർ ആവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോ അതിനുവേണ്ടി സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ സ്റ്റെപ്സ്, സ്റ്റേ കൺസിസ്റ്റന്റ്. ടുമാറോ, ഐ എം ഷുവർ, ടുമാറോ you will be a trusted insurance leader. That is 100% guarantee.